എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ഒരു പക്ഷത്ത് സംഘപരിവാർ അനുകൂലികളും ഒരു പക്ഷത്ത് ഇടത് സുഡാപ്പി അനുകൂലികളും. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക, എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ഈ സിനിമ പൊട്ടുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമായിട്ട് സുഡാപ്പികൾ വലിയ രീതിയിലുള്ള സംഭവമായിട്ട് മുന്നോട്ട് വരുന്നു. സിനിമ ഇറങ്ങി കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഇവർ പറയുന്നു സിനിമ പൊട്ടി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഒരു 12 മണി, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം തുടങ്ങി വലിയ തരത്തിലുള്ള ഒരു അനുകൂല മാറ്റം സുഡാപ്പികളുടെ ഭാഗത്തുണ്ടായി. അത് പ്രധാനമായിട്ട് സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ദേശീയവാദികളുടെ ഭാഗത്തുനിന്ന് ഹിന്ദുത്വ സംസ്കാരത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു രോക്ഷം ഈ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്കെതിരെയുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക, മണിക്കൂറുകൾക്കകം തന്നെ സുഡാപ്പികൾ അവരുടെ നിലപാട് മാറ്റി ഇതിൽ ഗോദ്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ BJP-യെയും അമിത്ഷായെയും നരേന്ദ്രമോദി അടക്കം അല്ലെങ്കിൽ കേരളത്തിൽ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ ഒരു സമയത്ത് 35 സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേരളം ഞങ്ങൾ പിടിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന. അപ്പോൾ ഇത് തന്നെ എടുത്തു നോക്കിയാൽ ഇത് BJP-ക്കെതിരെ BJP അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സിനിമയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത് കണ്ടതോടുകൂടി, ഇത് അറിഞ്ഞതോടുകൂടി സുഡാപ്പികൾക്ക് വലിയൊരു ആഹ്ലാദമാണ് ഉമ്മാർക്ക്. അപ്പൊ ഈ ആഹ്ലാദം ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ പൃഥ്വിരാജ് സംഖ്യകളുടെ അണ്ണാക്കിൽ കൊടുത്തു എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു പ്രചരിക്കുന്നത്. അപ്പൊ ഇതിനോടകം തന്നെ ഇന്നലെ തന്നെ ഒരു ഹിന്ദു സഹോദരി, ജയ പിള്ള എന്ന് പറയുന്ന ഹിന്ദു സഹോദരി, അവർ 6 ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇനി സിനിമ കാണാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള സംഭവം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു രാജേഷ് നായർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു സംഭവം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം തലേ ദിവസം അമേരിക്കയിലെ അദ്ദേഹം നോക്കി വെച്ചിരുന്ന തിയേറ്ററിലെ സീറ്റുകളുടെ എണ്ണം നോക്കിയപ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയ സമയത്ത് ഏകദേശം 327 സീറ്റുകൾ കാലിയാണ്, ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ കുടുംബസമേതം പോയി കാണണമെന്ന് വിചാരിച്ച സിനിമയാണ്, അതുകൂടി ഇപ്പൊ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ തരത്തിൽ എമ്പുരാൻ സിനിമയ്ക്ക് എതിരെ ഒരു രോക്ഷമുണ്ട്, അതിൽ തർക്കമില്ല. അപ്പോൾ പലരും പറയും സിനിമയെ സിനിമയായിട്ട് കാണും, BJP നേതാവായിട്ടുള്ള MT രമേശ് പറഞ്ഞതുപോലെ. പക്ഷെ MT രമേശിന് അത് പറയാം. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള BJP-യുടെ പ്രവർത്തകർ, അവർ ഗ്രൗണ്ട് തലത്തിൽ അല്ലെങ്കിൽ RSS-ന്റെ പ്രവർത്തകർ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് അവർ ഈ പ്രസ്ഥാനത്തെ തന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഈ MT രമേശ് അടക്കമുള്ള BJP നേതാക്കന്മാർ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് നമ്മൾക്കറിയാം. വർഷങ്ങളായിട്ട് അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആദ്യ സമയകാലങ്ങളിൽ തന്നെ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ഗ്രൗണ്ട് തലത്തിൽ, ആ നിലവാരത്തിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ത്യാഗം ചെയ്ത ആളുകളുണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ എമ്പുരാൻ സിനിമയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും സംഘപരിവാറിനെയും ഹൈന്ദവത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വ സംവിധാനങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊരു നിലപാട് ആ സിനിമയിൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ അതിനെതിരെ പ്രതികരിക്കും. അതിലൊരു തർക്കമില്ല. ഈ സിനിമയ്ക്ക് വലിയ തരത്തിൽ ഹൈപ്പ് കൊടുക്കുന്ന ആളുകളെ പോലെ തന്നെ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാട്ടിലുള്ള ആളുകളുണ്ട്. കാരണം സിനിമയുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ മാത്രം എതിർക്കുന്ന തരത്തിലേക്ക് പോകുന്നെങ്കിൽ വലിയ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള തർക്കമില്ല. അത് കൃത്യമായിട്ട് ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള തർക്കമില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം മറ്റൊരു ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ എമ്പുരാൻ സിനിമയെ ഇതാർക്കാണ് കൊണ്ടുവന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ചർച്ചയുണ്ട്. അതിൽ സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരാളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തി. ഈ പുള്ളിക്കാരൻ ഇതിൽ പറയുകയാണ്, ഇതിൽ എവിടെയാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടോ, മുരളി ഗോപി പറഞ്ഞിട്ടുണ്ടോ, ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സംഘപരിവാറിനെയാണെന്ന്? അതിൽ എവിടെയാണ് സംഘപരിവാറിനെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവം ഉള്ളത്? ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. കൂട്ടത്തിൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതിൽ പിണറായി വിജയനെ വലിയ തരത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കൊള്ളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ
സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംഘ ആദർശത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എങ്ങനെയാണ് അവരെ കൊള്ളിക്കുന്നതെന്ന്, അവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ സംവിധാനം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എമ്പുരാനെതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കാരണം ഇത് കാണേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും ഇത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ മുരളി ഗോപിയുടെ ഒരു രാഷ്ട്രീയ രീതിയൊക്കെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ പോയി പെട്ടതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ വ്യക്തി പറയുന്നത് ഈ സംഘപരിവാറിനെ എവിടെയാണ് കൊള്ളുന്നത്, ഇതിൽ സംഘപരിവാറിന്റെ പേര് എവിടെയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം, നിങ്ങൾ പൃഥ്വിരാജിന്റെ നട്ടലിന്റെ എണ്ണം നോക്കുന്ന കാര്യം എന്താണ്, ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതേ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഇതിൽ പിണറായി വിജയനെ കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം കൂടിയും ഈ സിനിമയിൽ പറയുന്നുണ്ട്. കേരളത്തിലെ സമകാല രാഷ്ട്രീയ സംവിധാനങ്ങളെയൊക്കെ കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നിലപാട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് കൃത്യമായിട്ട് ഇതിപ്പോ എടുത്തിരിക്കുന്നത്, ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് കേരളത്തിലെ സംഘപരിവാറിന്റെ ആളുകൾ തന്നെയാണ്, സംശയമില്ല. കാരണം സിനിമ വീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ സിനിമയെ പറ്റി അഭിപ്രായം പറയേണ്ടത് സിനിമ കണ്ടതിന് ശേഷമാണ്. സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് സംഘപരിവാറിന്റെ പ്രവർത്തകർ, തർക്കമില്ല. പക്ഷെ സിനിമ കാണുന്നതിന് മുന്നേ തന്നെ ഈ സിനിമ പൊട്ടിപ്പൊളിയും എന്നുള്ള രീതിയിലേക്ക് ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വ്യക്തിവിരോധം കൊണ്ട് ഇവിടുത്തെ സുഡാപ്പികൾ കാണിച്ച പരിപാടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കമില്ല. അത് ഇവരുടെ ഓരോ കമന്റുകൾ കാണുമ്പോഴും അറിയാം സിനിമ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിയും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, സിനിമ വന്നതിന് ശേഷം ആ സിനിമ കണ്ട അഭിപ്രായം പറയുന്നവരോ ആണോ ശരി, അല്ലെങ്കിൽ സിനിമ വന്നതിന് മുന്നോടിയായിട്ട് അഭിപ്രായം പറയുന്നവരാണോ ശരി? അപ്പോൾ ഇതിൽ കൃത്യമാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ BJPയുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ജനത ഇപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് രാജേഷ് നായർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് നിസ്സാരമായിട്ടുള്ളൊരു തലത്തിലേക്കല്ല പോയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ അഖിൽ മാരാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. പുള്ളിയുടെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സംഘികളെ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു ആദ്യത്തെ ഒരു സംഭവം നടന്നിരുന്നത്. സിനിമ ഇറങ്ങിയതിനു ശേഷം സംഘികളെ എതിർക്കുന്ന അല്ലെങ്കിൽ സിനിമയെ എതിർക്കുന്ന സുഡാപ്പികൾ ഇപ്പോ കുത്തിക്കേറി സിനിമ കാണുന്ന തരത്തിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ബിസിനസ് രീതി, അത് പൃഥ്വിരാജ് അതിൽ വിജയിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരും ഇവിടെ ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു തീവണ്ടി കത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, അതിനുശേഷം ഒരു കലാപ സംഭവം ഉണ്ടാവുന്നു. ഇത് കൃത്യമായിട്ട് ഗുജറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഗുജറാത്തിൽ ഈ തീവണ്ടി വെറുതെ നിന്ന് കത്തിയതല്ല, അല്ലെങ്കിൽ തന്നെത്താനെ തീ പടർന്നതല്ല എന്നുള്ളത് ഇതിന്റെ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടാണെങ്കിൽ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ട്രെയിൻ കത്തിച്ച ആളുകളടക്കം ഇന്ന് ഏകദേശം 12ഓളം ആളുകൾ വധശിക്ഷയും അതോടൊപ്പം തന്നെ 28 ആളുകൾ പൂർണ്ണമായിട്ടും ഈ കേസിൽ ജീവപര്യന്തം തടവും അനുഭവിക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഹമ്മദാബാദ് കോർപ്പറേഷനിലെ 6 കൗൺസിലർമാരും ഈ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു നിസ്സാരമായിട്ടുള്ള സംഭവമായിട്ട് കാണാൻ ശ്രമിക്കുകയും അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളോടും പറയാനുള്ളത്, ചരിത്രത്തെ വളച്ചൊടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം തേടി ഇന്നത്തെ തലമുറ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഗുജറാത്തിൽ നടന്നതെന്നുള്ളത് ഇത് പൃഥ്വിരാജും മുരളി ഗോപിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. സത്യം അത് എപ്പോഴാണെങ്കിലും ജനം തിരിച്ചറിയുമെന്നുള്ള ഒരു തർക്കമില്ല.